ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മളിതാ കുഴപ്പമില്ല, സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേയിലെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ വെയിൽ വരുന്നതിൻ്റെ മുന്നേ തിരുമ്പാനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ. കാരണം തിരുമ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പോൾ തിരുമ്പാതെ വിചാരിച്ചിട്ട് ഇതാ തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിലും കാര്യങ്ങൾ ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെന്താ, രാവിലെ നമ്മൾ ചായ കുടിച്ച ശേഷം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ബാക്കി ചോറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു കറി മാത്രമാണ് കേട്ടോ വെക്കുന്നത്. അതും പപ്പടം ഉണ്ടെങ്കിൽ ചൊരക്കാലം. ഇവിടെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നിപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ മഴയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ തുണികളും കാര്യങ്ങളൊക്കെ താഴത്ത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് തുണികൾ മേലേക്ക് കൊണ്ടുവന്നിട്ട് മേലെ ഈ ഒരു ഗ്യാപ്പിലേക്ക് വേണ്ടി വിരിച്ചിട്ടാണ് കേട്ടോ. കാരണം വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊന്നും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെയിൽ ഉദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരിക്കും. പിന്നെ ഇതാ കുറച്ച് മുളക്, പഴുത്ത മുളക് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവറിൽ നിന്ന് ടെറസിൻ്റെ മേലെ ഒന്ന് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് അപ്പുറത്തെ കുട്ടികൾ വന്നത് മൈലാഞ്ചി കൊണ്ട് താത്ത പണി ഒരുങ്ങിയോ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല, എന്നാലും അവരുടെ ഒരു സന്തോഷമല്ലേ. അപ്പം അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആദ്യം മൂത്താൾക്ക് ഇട്ട് കൊടുത്തു, പിന്നെ ചെറിയ ആൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഫാദർ കുട്ടീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവൾക്ക് പിന്നെ ഇട്ട് കൊടുക്കാനൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അവൾ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് പുറത്തിരുന്നിട്ട് ഓൾക്കും കൂടി ഇട്ട് കൊടുത്തിട്ടോ. ഓൾക്ക് തട്ടിക്കൂട്ടിയൊന്നും പറ്റൂല, ഡിസൈനിൽ ഫോണിൽ കാണിച്ചു തരും, അതന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ മൈലാഞ്ചിടാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഫോണിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇടാനേ വയ്ക്കുള്ളൂ. അത് എനിക്ക് സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ചില്ലി, എന്താ റെഡ് ചില്ലിയോ അങ്ങനെ എന്താണോ മൈലാഞ്ചിയുടെ പേര്, അത് തീരെ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അത് വരില്ല. പിന്നെ അവൾ അപ്പുറത്തെ കുട്ടി പൂച്ചകളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. മൈലാഞ്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിങ്കാണ് കേട്ടോ. നല്ല മണമായിരിക്കും. പിന്നെ അത് ചോത്ത് കഴിഞ്ഞാലും നല്ല രസമുണ്ടായിരിക്കും. ഒരു കാപ്പി കളറായിരിക്കും. ഇതൊരു റെഡ് കളറാണ്. ഇടുമ്പോൾ തന്നെ കളർ വരികയും ചെയ്യും, പക്ഷെ പെട്ടെന്ന് തന്നെ പോകും. ഒരു വെള്ളം തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കളർ മങ്ങും, പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് അവരെ ഹാപ്പി ആക്കിയ ശേഷം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് കഴുകുകയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങളാണ്. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തർക്ക് ഇങ്ങനെ ഉമ്മ ഇടക്കിടക്ക് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫാദർ കുട്ടിക്ക് ഇടക്കിടക്ക് ഓരോരോ പുതിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് തേങ്ങാപ്പാൽ വെച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ട് അത് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനെ വഴറ്റി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 2 പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നമ്മൾ ഇറച്ചിക്കറിയിലേക്ക് ഇട്ടാൽ നല്ലൊരു കൊഴുപ്പായിരിക്കുമല്ലോ. ആ ഒരു പൊട്ടറ്റോ കഴിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെയും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങളെ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് കേട്ടോ. പച്ചമുളകും കുരുമുളകും ആണ് ഇതിന് വേണ്ടത്. മുളക് പൊടി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ കുരുമുളക് പൊടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്ന ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്തത്. പച്ചമുളക് ഞാൻ അതിൻ്റെ കൂടെ പേസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് മിക്സിൻ്റെ ജാറ് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ അതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്രഷാക്കി എടുക്കും. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങേൻ്റെ 1/2 പാൽ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങേൻ്റെ 2 പാലും കൂടി എടുക്കാം. അങ്ങനെയാണ് കേട്ടോ. 2 പാലിലാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വേണമെന്നുണ്ടെങ്കിൽ കട്ടപ്പാൽ എടുത്തിട്ട് രാത്രിയല്ല ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ തറവാട്ടിൽ ഇക്കാൻ്റെ ഏട്ടനും ഫാമിലിയും ഞാൻ വരുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികളെയും ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് മുന്തിരിയും ഓറഞ്ചും ആപ്പിളും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ടേബിളിൽ വെക്കാമെന്ന് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മാങ്ങയും ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് ഉപ്പ് പിടിച്ചിട്ടില്ല കേട്ടോ. ഉപ്പ് മാങ്ങയ്ക്ക് പിന്നെ പെട്ടെന്ന് പിടിക്കുമല്ലോ. അങ്ങനെ മാങ്ങയും കാര്യങ്ങളും ഒന്ന് ഉപ്പിലിട്ടത് അതും കൂടി കൊടുത്തിട്ടോ. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും മുടി വെട്ടിക്കണമായിരുന്നു. അപ്പോൾ ഇക്ക ബാർബർ ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ആകുമ്പോൾ അവരെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ആൾക്കാർ പോകുമ്പോൾ. അപ്പോൾ ഇക്ക ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. അവർ വീട്ടിലേക്ക് പോയി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം മുടി വെട്ടാൻ വേണ്ടി വന്നു, ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ 2 കുട്ടികളുണ്ടായിരുന്നു, ഒരു കുട്ടീനെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആദ്യം ഫൈസീൻ്റെ വെട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ ഫാദുക്കുട്ടീൻ്റെ വെട്ടിയത്. അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പോസ്റ്റായി. പിന്നെ നമ്മൾ 3 മണിക്കൊക്കെയാണ് കേട്ടോ വീട്ടിലെത്തിയത്. കുറേ നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ഭ്രാന്തായിട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എനിക്കെന്തോ ചമ്മന്തി അരക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ അതാ ചെറിയൊരു പീസ് തേങ്ങയും പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം മാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി കഴിച്ചു കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കൈയിട്ട് ഇങ്ങനെ എടുക്കുന്നത്, കുറച്ച് തന്നെ ഉള്ളൂ. ഇവരൊക്കെ ചോറ് കഴിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അങ്ങനത്തെ ചോറും ചിക്കൻ കറിയും മാങ്ങാച്ചാറും പിന്നെ ഒരു മുളകും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ എന്താ പറയുക, ഉണക്കമുളക്, തൈര് മുളക്, അതും കൂടിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉഷാറായിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ബൈ, സീ യു.